നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അല്ല. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല, അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല. എന്നാൽ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അത് മാത്രമാണ് കോമഡി എന്നാണ് കരുതുന്നത്. ഇത്തരൊരു ഒരു കാര്യമാണ്, വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടുള്ളതല്ല. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല. അതെന്താ, അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞോളൂ. ആശാന്റെ മണ്ഡലത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും LDFന് ഭരണം നഷ്ടപ്പെടും. ആയിക്കോട്ടെ. എന്റെ മണ്ഡലത്തിൽ 10 പഞ്ചായത്തും പോയോ? ഇല്ല, 10 പോയിട്ടില്ല. അല്ല, രാജാക്കാട് പഞ്ചായത്താ. ശാന്തമ്പാറ LDFന് കിട്ടിയിട്ടുണ്ട്. കുടുംബിഞ്ചോല അതൊക്കെ ജയിക്കാൻ ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശബരിമല വിഷയമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടോ? ശബരിമല വിഷയമൊന്നും അല്ലെന്നേ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷയെന്നാണ് കാണിക്കുന്നത്. ഭൂപതി ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരൊരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും LDFും പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളുടെ പാർട്ടിയും വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ, അഥവാ LDFന്റെ പ്രവർത്തനങ്ങളിലാണോ, അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ, ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. അതാണല്ലോ ഞങ്ങളുടെ രീതി, അതാണ് ഞങ്ങളുടെ സമ്പ്രദായം. മാണി വിഭാഗം വലിയ ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിതെറ്റി നാശമായിരിക്കും. അതിപ്പോ അങ്ങനെ ഒരു പാർട്ടിയെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ വിശദമായി നോക്കാം. ഏതായാലും തോൽവിയാണ്, അത് സമ്മതിക്കും. അത് എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും, തിരുത്തൽ നടപടികൾ സ്വീകരിക്കും. അതല്ലേ കോമഴി. അല്ല പിന്നെ തോറ്റെന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? തോറ്റെന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, ഇത് വേറെ. അതവിടെ അന്നേരം കാണാം, നോക്കാം. ദൂരമില്ല.
ഇല്ല, എന്നാലും ഉണ്ടല്ലോ. ഈ ഒരു തോൽവിയെ വളരെ അതൊന്നും വലിയ പ്രശ്നമില്ല. ഇതൊന്നുമായി ബന്ധമില്ല. തദ്ദേശ നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിനേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുക. എന്ന സെമിഫൈനൽ എന്നൊക്കെ പറയാൻ UDF പറയാം, വേറെ അല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ളവരാരും പറയുക. ഈ കഴിഞ്ഞ ടൈമിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് വിലയിരുത്തപ്പെട്ടു. അങ്ങനൊന്നുമില്ലെന്നേ, ചുമ്മാ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തോന്നി. ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ പേര് ഇതുമാതിരി പിറപ്പ് പണിയെന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായം മേടിച്ചു തന്നാൽ അതിന്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? ചുമ്മാ